ജീവനിന്നിൽ പകർന്നയിടം, എന്നാത്മനൊമ്പരം തീർന്നയിടം, അത് എൻ പാപപാശങ്ങൾ അഴിഞ്ഞയിടം, എൻ ഭാവി സർവവും നീതയിടം, അത് എൻ തോഴനേശുവിൽ ചേർന്നയിടം, ആ തൻ ജീവനിന്നിൽ പകർന്നയിടം. നീതിവൻ വിജയം വരിച്ചയിടം, അത് സാത്താന്യ വിഷമുള്ളൊടിഞ്ഞയിടം, നിത്യരക്ഷാവേല തീർത്തയിടം, അത് നിത്യത തൻ വീഥി തുറന്നയിടം, ലോകപാപക്കടം തീർത്ത കൃപയിന്നിടം, നീതിവൻ വിജയം വരിച്ചയിടം, അത് സാത്താന്യ വിഷമുള്ളൊടിഞ്ഞയിടം, നിത്യരക്ഷാവേല തീർത്തയിടം, അത് നിത്യത തൻ വീഥി തുറന്നയിടം, ലോകപാപക്കടം തീർത്ത കൃപയിന്നിടം, ക്രൂശിലേക്കെന്നെ നയിച്ചാലും അത് ക്രൂശിതൻ സ്നേഹം ചൊരിഞ്ഞയിടം, ക്രൂരതയിൻ പർവ്വം ഉയർന്നയിടം, അത് കൂരിരുൾ കറപൂണ്ട തലയോടിടം, എന്നെ രക്തത്താൽ വാങ്ങിയ അൻപിന്നിടം, ക്രൂശിലേക്കെന്നെ നയിച്ചാലും അത് ക്രൂശിതൻ സ്നേഹം ചൊരിഞ്ഞയിടം, ക്രൂരതയിൻ പർവ്വം ഉയർന്നയിടം, അത് കൂരിരുൾ കറപൂണ്ട തലയോടിടം, എന്നെ രക്തത്താൽ വാങ്ങിയ അൻപിന്നിടം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 37-38 വാക്യങ്ങൾ. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കമത്രേ. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടു, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി ഇറങ്ങി പുറപ്പെട്ടു, നല്ലത്. എന്നാൽ കൊയ്ത്ത് ഏറെയുണ്ട്, ഒട്ടേറെ വേല തീർക്കാനുണ്ട്, വേല വലിയതും വിശാലമായതുമാകുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അങ്ങനെ കാണും, വേല വലിയതും വിശാലമായതുമാകുന്നു. വിശാലമായ വേല, വിശാലമായ വയൽ പ്രവർത്തിക്കാൻ ഏറെ ആവശ്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 2-ാമത്തെ കോരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞു, നാം ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണ് എന്ന്, ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സാണ് എന്ന്. ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ, ക്രിസ്തുവിൻ്റെ പ്രതിനിധികൾ, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി സ്വർഗീയ ജോലി ചെയ്യുന്നവരായി, ഭൂമിയിൽ ഓഫീസ് പ്രവർത്തിക്കുന്നവരായി, നാം സ്വർഗത്തിൻ്റെ വേലക്കാരായി ഭൂമിയിൽ നിയമിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. അംബാസഡേഴ്സ്, നമ്മുടെ ഭാരതഭൂമിക്ക് മറ്റ് വിദേശ രാഷ്ട്രങ്ങളിൽ അംബാസഡേഴ്സ് ഉണ്ട്. ശമ്പളം ഭാരതത്തിൽ നിന്നാണ്. എന്നാൽ ആ ജോലി സ്ഥലം, ആ
അത് മറ്റൊരു വിദേശ രാഷ്ട്രത്തിലാണ്. ഇന്ത്യയുടെ അമേരിക്കൻ അംബാസഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നാണ് ശമ്പളം, ഇന്ത്യയിലാണ് ലാവണം, തസ്തിക ഇന്ത്യയിലാണ്, എന്നാൽ ജോലിസ്ഥലം അങ്ങ് അമേരിക്കയിലാണ്. ഇവിടെ ഈ ഭൂമിയിൽ നാം ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സായി നിൽക്കുകയാണ്. നമ്മുടെ നിയമനം സ്വർഗത്തിലാണ്, നമ്മുടെ ശമ്പളം സ്വർഗത്തിൽ നിന്നാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്താണ് ഈ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറയട്ടെ. ഒരിക്കൽ ഞാൻ റോമർ ലേഖനം 8-ാം അധ്യായം വായിച്ച് ഞാൻ അല്പനേരം ഇരുന്ന് കരഞ്ഞു. കാര്യം എന്താണെന്ന് അറിയാമോ? റോമർ ലേഖനം 8-ാം അധ്യായത്തിൽ നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു എന്നൊരു വാക്യം പലപ്പോഴും വായിച്ചിട്ടുള്ള ഭാഗമാണ്. പക്ഷേ അന്ന് വായിച്ചപ്പോൾ ഞാൻ ആ വേദപുസ്തകം താഴെ വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞു. മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. നാം ദൈവത്തിൻ്റെ അവകാശികൾ, ക്രിസ്തുവിന് കൂട്ടവകാശികൾ തന്നെ. ഞാൻ കുറേ നേരം ഇങ്ങനെ ചിന്തിച്ചു. ക്രിസ്തുവിന് കൂട്ടവകാശിയായി, ക്രിസ്തുവിൻ്റെ അവകാശത്തിന് അതിനോട് തുല്യാവകാശിയായി എന്നെയും കണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയായി എന്നെ കണ്ടിരിക്കുന്നു. റോമർ 8-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. മക്കൾ, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവുദാനം നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിൻ്റെ മക്കളായി തീർന്നാൽ നാം ദൈവത്തിൻ്റെ അവകാശികളായി തീരുകയാണ്. അപ്പൻ്റെ സ്വത്തിന് മക്കളിലെ അവകാശികൾ. അപ്പൻ്റെ സ്വത്തിൻ്റെ അവകാശം മക്കളായി നമുക്ക് ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെ സ്വത്ത് എന്താണ്? അപ്പോൾ ഞാൻ ധ്യാനിച്ചതാണ്, ഈ സ്വർഗത്തിലെ അപ്പൻ്റെ സ്വത്ത് എന്താണ്? സ്വർഗത്തിലെ അപ്പൻ്റെ സ്വത്ത് ഗോകുൽത്തായിൽ കാണിച്ച ദൈവസ്നേഹമാണ്, സ്നേഹം. പിന്നെ എന്താണ് അപ്പൻ്റെ സ്വത്ത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. കർത്താവേ, ക്രൂസിൽ കാണിച്ചുന്ന സ്നേഹത്തിൻ്റെ സമ്പത്തും നിൻ്റെ ജീവിതത്തിൽ നീ കാണിച്ചുന്ന വിശുദ്ധിയുടെ സമ്പത്തും കൈമുതലാക്കിക്കൊണ്ട് എൻ്റെ ആയുസ്സിന് ലോകത്ത് ജീവിക്കണം. കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ സ്വത്ത് കൂട്ടവകാശിയായി നിത്യനായ ദൈവത്തിൻ്റെ സമ്പത്താകുന്ന ആ ദൈവസ്നേഹവും ദൈവത്തിൻ്റെ വിശുദ്ധിയും അത് അവകാശമാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കണം. കർത്താവേ, എങ്കിൽ ഞാൻ ഒന്നറിയുന്നു, കർത്താവേ, നീ പോയ അതേ പാതയിൽ കൂടിയാണ് ഞാനും പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇത് പിറകെ പോരാൻ പറ്റുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഞാനീ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു പോയ വഴി ക്രൂശിൻ്റെ വഴിയാണ്. ദൈവവേലക്കാരൻ്റെ വഴി ക്രൂശിൻ്റെ വഴിയാണ്. ക്രൂശാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സകലരും വെറുക്കുന്ന വഴിയാണ്, സകലരും നിന്ദിക്കുന്ന വഴിയാണ്, സകലരും തുച്ഛീകരിക്കുന്ന വഴിയാണ്, സകലരും പരിഹസിക്കുന്ന വഴിയാണ്. യേശുക്രിസ്തു കുരിശും പേറിക്കൊണ്ട് പോയപ്പോൾ അന്ന് സമൂഹം എന്താണ് വിചാരിച്ചത്? കടന്നു പോകുന്നവർ തലകുലുക്കി യേശുവിനെ നിന്ദിച്ചു. ആളുകളെല്ലാം യേശുവിനെ നിന്ദിച്ചു, പരിഹസിച്ചു. ഇവനല്ലേ കുരുടന് കണ്ണുകാഴ്ച കൊടുത്തവൻ? ഇവനല്ലേ കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തവൻ? എല്ലാം തട്ടിപ്പായിരുന്നു, എല്ലാം വ്യാജമായിരുന്നു, എല്ലാം തന്ത്രമായിരുന്നു, എന്തെല്ലാം അവർ പറഞ്ഞു കാണും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം തരത്തിൽ യേശുവിനെ അവർ ചിന്തിച്ചു കാണും. റോമൻ ഗവൺമെൻറ് എതിരാളി, വലിയൊരു വിപ്ലവം സംഘടിപ്പിക്കാൻ ഒരു കൂട്ടം ആളുകളെ കൂട്ടിക്കൊണ്ട് നടക്കുന്നവൻ, അവൻ യഹൂദ മതത്തിന് ഭീഷണി, യെരൂശലേം ദേവാലയത്തിന് ഭീഷണി, ഇവൻ മൂലം സമൂഹത്തിൽ വലിയ കെടുതികൾ വരാൻ പോകുന്നു, ഇവൻ കുടുംബങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നു, എന്തെല്ലാമാണ് അവർ പറഞ്ഞത്. ആ സബദിപുത്രന്മാർ മാന്യമായി തൊഴിൽ ചെയ്ത് അപ്പൻ്റെ കൂടെ വലയും പടകും മുക്കോ തൊഴിലുമായിട്ട് കഴിഞ്ഞവർ അവരപ്പനെ വിട്ട് പോകുന്നില്ലേ? ആ ശീമോൻ സ്വന്തം ഭാര്യ വീട്ടിലിട്ടിട്ട് ശീമോൻ ഇങ്ങനെ യേശുവിൻ്റെ പുറകെ നടക്കുകയല്ലേ? എന്താണ് ഇത്? ഇതാണോ ആത്മീയം എന്നൊക്കെ അവർ കളിയാക്കി. ഈ യേശുകാരനും കുടുംബങ്ങൾ ചിതറിച്ചു. ഈ യേശു കാരണം പല പ്രശ്നങ്ങളും ഉണ്ടായി. നാട്ടിലാകെ ആളുകൾക്ക് ചിലർക്ക് ചിന്താക്കുഴപ്പമുണ്ടായി. യെരൂശലേം ദേവാലയത്തിനെതിരെ, മതപുരോഹിതന്മാർക്കെതിരെ ഇവൻ എന്തെല്ലാമാണ് ചെയ്യുന്നത്? ദൈവത്തിന് സ്തോത്രം. ഇവൻ ന്യായപ്രമാണത്തിനെതിരെ ഇന്നെല്ലാം അവർ പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണം നീക്കുവാൻ വന്നതല്ല, ന്യായപ്രമാണം നീക്കാനല്ല ഞാൻ വന്നത്, ഞാൻ ദേവാലയത്തിനെതിരല്ല, എന്നാൽ ദേവാലയത്തെക്കാൾ വലിയവനായ ദൈവത്തെ നിങ്ങൾ കാണിച്ചു തരികയാണ്. ഞാൻ ന്യായപ്രമാണത്തിനെതിരല്ല, ന്യായപ്രമാണം ഞാൻ പൂർത്തീകരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ വിപ്ലവകാരിയല്ല, എന്നാൽ ഞാൻ ആന്തരിക വിപ്ലവം തരുന്നവനാണ്, അകത്ത് ചലനം തരുന്നവനാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ആരെയും കൂട്ടിച്ചേർത്ത് ഒരു സംഘടന ഉണ്ടാക്കാൻ വന്നതല്ല, ഞാൻ ഐഹികമല്ലാത്ത ദൈവരാജ്യത്തിൻ്റെ പ്രതിനിധിയായി വന്നിരിക്കുകയാണ്.
എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞ വാക്കുകൾ അവർക്ക് മനസ്സിലായില്ല. അവർ യേശുവിനെ കല്ലെറിയാൻ കല്ലെടുത്തു, അവർ യേശുവിനെ വിസ്തരിച്ചു, അവർ യേശുവിനെ ക്രൂശിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ വിശുദ്ധിയും കൈ മുതലാക്കി നിങ്ങൾ ജീവിക്കാൻ തീരുമാനിക്കുന്നുവെങ്കിൽ കുരിശിൻ്റെ വഴിയാണ് മകനെ നീ തിരഞ്ഞെടുക്കുന്നത്. നീ പോകുന്നത് കുസുമശയ്യയിലേക്കല്ല കുഞ്ഞേ, നീ പോകുന്നത് മുൾമെത്തയിലേക്കാണെന്ന് അറിഞ്ഞുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. മുൾപാതയാണ് നീ ഇനി താണ്ടാൻ പോകുന്ന അറിഞ്ഞുകൊള്ളുക. മുൾപാത, മുള്ളു നിറഞ്ഞ പാത. ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും എതിർപ്പുകൾ, എല്ലായിടത്തും തെറ്റിദ്ധാരണകൾ. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും, ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. ദൈവവേലക്കാരൻ്റെ പദവി അതാണ്. സത്യമായും നിർമ്മലമായ സുവിശേഷം പ്രചരിപ്പിക്കാൻ ആന്തരിക ദാഹത്തോടെ ഇറങ്ങി പുറപ്പെടുന്ന ഒരു ദൈവവേദലിൻ്റെ വലിയ സന്തോഷം അതാണ്, അഭിമാനം അതാണ്. ക്രിസ്തു എന്നോടുകൂടെയുണ്ട് എന്നുള്ള അഭിമാനം. സ്നേഹിതരെ, നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ കർത്താവിന് വേലക്കാരാകാൻ ആഗ്രഹമുണ്ടോ? ദൈവത്തിൻ്റെ വേലക്കാരനാകുക, ദൈവത്തിൻ്റെ വേല ചെയ്യുക. കൊയ്ത്ത് വളരെയുണ്ട്, സത്യമാണത്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിന് വേലക്കാരയക്കേണ്ടതിന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു സംഭവം വായിച്ചു. വില്യം ഡൗൺ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ അപ്പൻ തീരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഒരു അനുജനുണ്ട്. അനുജൻ 2 വർഷമായി കാണാതെ പോയിട്ട്. അമ്മയും ഈ മോനും മാത്രമേ വീട്ടിലുള്ളൂ. ഈ വില്യം ഡൗൺ അദ്ദേഹം ഒരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു അത്യാഹിതം ഉണ്ടായതിനെക്കുറിച്ച് കേട്ടു. ഒരു കപ്പൽ ഛേദമുണ്ടായി. ഇംഗ്ലണ്ടിൻ്റെ തീരപ്രദേശങ്ങളിലാണ് ഒരു കപ്പൽ ഛേദമുണ്ടായി. കുറേ ആളുകൾ ഇറങ്ങി ഓരോരുത്തരെ കടലിൽ നിന്ന് രക്ഷിച്ച് ബോട്ടിൽ കയറ്റി കരയിലേക്ക് കൊണ്ടുവന്നു. ഈ ചെറുപ്പക്കാരനും അവൻ്റെ അമ്മയും കൂടെ ആ കടൽ തീരത്തേക്ക് പോയി നോക്കി നിന്നു. ചെറുപ്പക്കാരൻ പറഞ്ഞു, അമ്മ അവിടെ നിന്നോ, ഞാനും രക്ഷാപ്രവർത്തനത്തിന് പോവുകയാണ്. മരിച്ചു പോകുന്നവരെ, അപകടത്തിൽപ്പെട്ട് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നവരെ രക്ഷിക്കാൻ ഞാനും പോവുകയാണ്. ഇവൻ അങ്ങോട്ട് നീങ്ങിപ്പോകാൻ നേരത്ത് അമ്മ അവനെ പുറകോട്ട് പിടിച്ചു, കയ്യിൽ പിടിച്ചു പറഞ്ഞു, മോൻ പോകണ്ട, മോനെ നീ പോവല്ലേ. അല്ല അമ്മേ, അവിടെ ഒരാൾ ആ കപ്പലിൽ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നത് ഞാൻ കാണുന്നു, പാമരത്തിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നത് ഞാൻ കാണുന്നു. ആ ആൾ എങ്ങനെയും രക്ഷിക്കണം, കപ്പൽ മുങ്ങുന്നതിന് മുമ്പ് രക്ഷിക്കണം. മറ്റുള്ളവർ ഇതുവരെ രക്ഷാപ്രവർത്തനത്തിന് പോയവർ അവരെ ക്ഷീണിച്ചു പോയി. ഇപ്പോൾ ഞാനും കൂടി ആ ബോട്ടിലൊന്ന് പോയാൽ എങ്ങനെ രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കാം. അയ്യോ എൻ്റെ മോനെ നീ പോവല്ലേ, നീ പോയാൽ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? നീയും കടലിൽ പോയാൽ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? മോനെ, നിൻ്റെ അപ്പം മരിച്ചുപോയി, ഞാൻ വിധവയല്ലേ. നിൻ്റെ സഹോദരൻ അവൻ 2 വർഷമായി കാണാതായി, ഞാൻ ഒറ്റപ്പെട്ടു പോവില്ലേ. മോനെ നീ പോകണ്ട. അവൻ പറഞ്ഞു, അമ്മയെ അമ്മ അങ്ങനെ പറയല്ലേ. ഒരാളെയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞാലോ, ഒരാളെയെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞാലോ. അവൻ ആ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നവരുടെ കൂടെ അവൻ പോയി. അമ്മ ഇങ്ങനെ ഉത്കണ്ഠാകുലമായ കണ്ണുകളോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞു. ബോട്ട് മടങ്ങി വന്നു. ബോട്ട് വന്നപ്പോൾ ഇവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അമ്മേ, എൻ്റെ സഹോദരൻ കാണാതെ പോയിരുന്ന 2 വർഷമായി കാണാതെ പോയിരുന്ന സഹോദരൻ, എൻ്റെ സഹോദരനാണ് അവിടെ തൂങ്ങിക്കിടന്നത്. സഹോദരനെ കിട്ടി, അപകടത്തിൽ രക്ഷപ്പെട്ടു. അമ്മയെ ഞാൻ പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിച്ചു പോകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ സംഭവം വായിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചു, കരുണയുള്ള കർത്താവേ, ഒരുപക്ഷേ ഞാനൊരാൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ചിലർ രക്ഷ കണ്ടെത്തിയില്ല എന്ന് വന്നേക്കാം. ഇപ്പോൾ എനിക്ക് നിങ്ങളോടൊരു വാക്ക് പറയാനുണ്ട്. നിങ്ങളിൽ ചിലർക്ക്, ഒരുപക്ഷേ ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത ചിലർക്ക്, നിങ്ങൾക്ക് യേശുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അവർ കേട്ടു എന്ന് വരും. ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കാത്ത ഒരാൾ, നിങ്ങളൊരാൾ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞാൽ അവർ ശ്രദ്ധിച്ചു എന്ന് വരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ മനസ്സില്ലാത്ത ആൾ, പക്ഷേ നിങ്ങളൊരാൾ വളരെ വിനയപൂർവ്വം നിങ്ങളുടെ അനുഭവത്തോട് ചേർത്ത് പറഞ്ഞാൽ അവിടെ അത്ഭുതം നടന്നു എന്ന് വരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം പറയട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വലിയ കൺവെൻഷൻ പന്തലുകളിലെ പ്രസംഗത്തേക്കാൾ ഇന്ന് ആവശ്യം വീട് തോറും കയറി ഇറങ്ങിച്ചെന്ന് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതാണ്. സ്വന്തം ജീവിതത്തിൽ ക്രിസ്തു വരുത്തിയ പരിവർത്തനം ജനത്തോട് പറയുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എന്തു വരുത്തി, എന്താണ് ക്രിസ്തു ചെയ്തത്, ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു, കാട്ടുപോത്തുപോലെ കഠിന ശക്തിയോടെ ഉപദ്രവകാരിയായിരുന്നു ഞാൻ, സിംഹത്തെ പോലെ അലറിക്കൊണ്ടിരുന്ന ഞാൻ,
കോപിച്ച് ഗർജിച്ചുകൊണ്ടിരുന്ന ഞാൻ എങ്ങനെ ശാന്തനായി തീർന്നു? എൻ്റെ കുടുംബത്തിൽ ഭാര്യയെന്ന് തല്ലിക്കൊണ്ടിരുന്ന ഞാൻ എങ്ങനെ ഇന്ന് സ്നേഹമുള്ളൊരു കുടുംബജീവിതം നയിക്കുന്നു എന്ന് നിങ്ങളൊരാൾ ചെന്ന് പറഞ്ഞാൽ അവിടെ മാറ്റമുണ്ടാകും. മദ്യത്തിൻ്റെ അടിമയായി ജീവിതം താറുമാറാക്കി കഴിഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് കർത്താവ് മദ്യപാനത്തിന് രക്ഷ തന്നു. ഇത്ര കാലമായി ഞാൻ മദ്യപാനത്തിൽ രക്ഷപ്പെട്ട് ജീവിക്കുന്നു. ഇന്ന് എനിക്ക് നീക്കി ബാക്കി പൈസയുണ്ട്, അന്ന് എന്നും കടമായിരുന്നു, ഇന്ന് പൈസ ബാക്കിയുണ്ട് എന്ന് നിങ്ങളൊരാൾ അനുഭവം പറഞ്ഞാൽ അപ്പോൾ ജനത്തെ അത് കോൾമയിൽ കൊള്ളിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വേലക്കാരൻ്റെ പദവി, ദൈവത്തിൻ്റെ വേലക്കാരൻ്റെ അത്ഭുതകരമായ ആത്മീയ സമ്പത്ത്, ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ തേടി പുറപ്പെട്ടാൽ അനേകർ നിത്യ അന്ധകാരത്തിലേക്ക് നശിച്ചു പോകുന്നവരെ കർത്താവിന് വേണ്ടി നേടാൻ നമുക്ക് സാധിക്കും. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജസ്റ്റ് വൺ ലൈഫ് വിൽ സൂൺ ബി പാസ്റ്റ്, ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് അലോൺ വിൽ ലാസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഒരായുസല്ലേ ഉള്ളൂ, ഒറ്റയ്ക്കൊരായുസ് മാത്രം. C.G. സ്റ്റഡ് പറഞ്ഞതാണ്, ഒറ്റയ്ക്കൊരായുസ് മാത്രം, ഒരായുസല്ലേ ഉള്ളൂ. ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്, ദാറ്റ് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് അലോൺ വിൽ ലാസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രം നിലനിൽക്കും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് നാളിതുവരെ കഴിഞ്ഞുവോ? ക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധ സാക്ഷിയാകാൻ നിങ്ങൾക്ക് നാളിതുവരെ കഴിഞ്ഞുവോ? ആദ്യം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മയുണ്ടോ? വിശുദ്ധി, സ്നേഹം, കാൽവറിയിൽ കാണിച്ചു തന്ന സ്നേഹം, ഗോകുൽത്തായിലെ കുരിശിൽ കാണിച്ചു തന്ന സ്നേഹം, ക്രിസ്തുവിൻ്റെ വിശുദ്ധി, അത് നിങ്ങൾക്ക് സമ്പത്തായി കിട്ടിയോ? അതിൻ്റെ വില എത്രയോ അനുഗ്രഹീതമാണ്, അനർഘമാണത്, വില തീരാത്തതാണത്. ക്രിസ്തുവിൻ്റെ വിശുദ്ധി അനുഭവിക്കുക, ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒന്നുമില്ലെങ്കിൽ എന്ത്, എന്നും രോഗമാണെങ്കിൽ എന്ത്, എന്നും കഷ്ടതയാണെങ്കിൽ എന്ത്, താങ്ങാൻ ആരുമില്ലെങ്കിൽ എന്ത്, സ്നേഹിപ്പാൻ ആരുമില്ലെങ്കിൽ എന്ത്, ക്രിസ്തുവിൻ്റെ വിശുദ്ധി കൈമുതലാണെങ്കിൽ നാം അല്ലയോ സമ്പന്നന്മാർ, നാം അല്ലയോ ഭാഗ്യശാലികൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ക്രിസ്തുവിൻ്റെ വിശുദ്ധി എന്ന സമ്പത്ത് നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ വേല ചെയ്യുന്നതിലെ ആ സൗഭാഗ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഒരു നിമിഷം ഇപ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് കാണൂ. എൻ്റെ കർത്താവേ, ഇത്രയും കാലം ഞാൻ പാഴാക്കി കളഞ്ഞു, ഇത്രയും കാലം ഞാൻ നിൻ്റെ വേല എന്തായെന്നറിയാതെ ജീവിച്ചു പോയി, ഇത്രയും കാലം ഞാൻ സുവിശേഷകരെ കളിയാക്കിയും ദൈവവേലയെ പരിഹസിച്ചും ദൈവികമായ കാര്യങ്ങളെയെല്ലാം എതിർത്തും എൻ്റെ നല്ല നാളുകൾ ഞാൻ പാഴാക്കി കളഞ്ഞു. എൻ്റെ ശരീരം പാപത്തിന് വിട്ടുകൊടുത്തും തിന്മയ്ക്കും അശുദ്ധിക്കും വിട്ടുകൊടുത്തും എൻ്റെ കർത്താവേ, എൻ്റെ നല്ല നല്ല നാളുകൾ കഴിഞ്ഞുപോയി. എൻ്റെ യൗവനത്തിന് നല്ല പ്രായം കർത്താവേ ഞാൻ അഹങ്കാരത്തിനും ധിക്കാരത്തിനും കോപാവേശത്തിനുമായി വിട്ടുകൊടുത്തു പോയി. കരുണയുള്ള കർത്താവേ, ഇത്രയും കാലം കൊള്ളരുതാത്ത ജീവിതം ഞാൻ നയിച്ചു പോയി. യേശുവേ, ഞാൻ നിത്യസമ്പത്തിയെ നേടിയില്ല. എന്നാൽ കർത്താവേ, ഇന്ന് നിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ട് വാദിക്കുന്ന സമയത്ത് ഞാൻ നിന്നോടൊരു വാക്ക് പറയുകയാണ്. എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു, നിൻ്റെ വേലയ്ക്കായി എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ വാക്കിനേക്കാൾ കൂടുതൽ എൻ്റെ ജീവിതം സാക്ഷ്യമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതം സാക്ഷ്യമായിരിക്കാൻ തക്കവണ്ണം ജീവിതത്തിൻ്റെ അനുഭവമുള്ളവനായി ജീവിപ്പാൻ ഞാൻ കൊതിക്കുന്നു. കർത്താവേ, രഹസ്യ ജീവിതം സംശുദ്ധമാകുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആരും അറിയാത്ത എൻ്റെ രഹസ്യ ജീവിതം, മറ്റാരും കാണാത്ത എൻ്റെ രഹസ്യ ജീവിതം, ദാദാ നീ മാത്രം കാണുന്ന എൻ്റെ രഹസ്യ ജീവിതം, അത് സംശുദ്ധമാകുവാൻ ഞാനിതാ എന്നെ നിനക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ വായിച്ചു, അമേരിക്കയിൽ ഷിക്കാഗോ എന്ന് പറയുന്ന നഗരത്തിൽ അവിടെ ഒരു ഭക്തനായ മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, D.L. മൂഡി എന്ന് പറയുന്നയാൾ ഷിക്കാഗോയിൽ, അദ്ദേഹം ഒരിക്കൽ ചെരുപ്പ് തുന്നുന്നവനായി കടയുടെ തിണ്ണയിൽ ഇരിക്കുകയാണ്. ചെരുപ്പ് തുന്നുന്നവനായിട്ട് വളരെ സാധുവായൊരു മനുഷ്യനായിട്ടിരിക്കുകയാണ്. വളരെ സാധുവായിരുന്നു, ദരിദ്രനായിരുന്നു. അന്ന് അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് അല്പനേരം നടക്കാമെന്ന് വിചാരിച്ചു. രാവിലെ സമയത്താണ്. അല്പവും നടക്കാനായിട്ട് നീങ്ങി. അപ്പോഴൊരു വൃദ്ധയായ സ്ത്രീ വരുന്നു. അദ്ദേഹം ആ സ്ത്രീയോട് ചോദിച്ചു, വല്യമ്മേ, എന്നാ ഉണ്ട് വിശേഷം? എന്നാ മോനെ വിശേഷം? ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, നിനക്ക് വേണ്ടിയും മരിച്ചു. ആകെ ആ വല്യമ്മ പറഞ്ഞത് അതാണ്. ആ പ്രായമായ സ്ത്രീ പറഞ്ഞു, മോനെ, വേറെ എന്നാ വിശേഷം? ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, നിനക്ക് വേണ്ടിയും മരിച്ചു. D.L. മൂഡി അന്ന് ഭക്തനല്ല. D.L. മൂഡി ജീവിതം സമർപ്പിച്ചിട്ടില്ല. D.L. മൂഡി ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടില്ല. D.L. മൂഡി പോയിരുന്ന് ചെരുപ്പ് തുന്നി തുടങ്ങിയപ്പോഴെല്ലാം ഈ വാക്കുകൾ ഹൃദയത്തിൽ ഇങ്ങനെ മാറ്റൊല്ലിക്കൊള്ളാൻ തുടങ്ങി. മോനെ, എന്നാ വിശേഷം വേറെ? ഇതല്ലേ വിശേഷം? ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, നിനക്ക് വേണ്ടി മരിച്ചു. ആ വാക്യത്തിൻ്റെ പൊരുൾ ഹൃദയത്തിൽ ഇങ്ങനെ മാറ്റൊല്ലിക്കൊണ്ടുകൊണ്ടിരുന്നു. ഹൃദയത്തിൽ അത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു.
സംഭവിച്ചത് എന്താണ്? ഡി.എൽ. മൂഡി തന്നെ കണ്ട് കരയാൻ തുടങ്ങി, പാപത്തെ ഓർത്ത് കരയാൻ തുടങ്ങി. ചെരുപ്പ് തിന്നിക്കൊണ്ടിരുന്ന ആൾ അദ്ദേഹത്തിന് ജോലി തുടർന്ന് ചെയ്യാൻ വയ്യാതെ വിഷമിച്ച് അദ്ദേഹം ഇത് കരയാൻ തുടങ്ങി. അദ്ദേഹം അന്ന് ആ ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം ജീവിതം സമർപ്പിച്ചു. ഡി.എൽ. മൂഡി പിൽക്കാലത്ത് പ്രസിദ്ധമായ മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപകനായിരുന്ന അനുഗ്രഹീത ധന്യ സുവിശേഷകനായ ഡി.എൽ. മൂഡിയുടെ മാനസാന്തര കഥ അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ആ പാവം സ്ത്രീ ഒന്നേ പറഞ്ഞുള്ളൂ. അവരുടെ ശാന്തമായ മുഖത്ത്, അവരുടെ എളിമയുള്ള മുഖത്ത് ഒരു വാക്ക് മാത്രം വന്നു: ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, നിനക്ക് വേണ്ടിയും മരിച്ചു. നമ്മുടെ ഒരു വാക്ക് അനേകരിലെ സ്വാധീനം ചെലുത്തും. നാം വിശുദ്ധിയോടെ നിന്ന് ഒരു വാക്ക് പറയാൻ കഴിയുമെങ്കിൽ, നാം ജീവിതത്തിൽ നിഷ്ഠയോടെ നിന്ന് ഒരു വാക്ക് പറയാൻ കഴിയുമെങ്കിൽ അനേകരിൽ അത് ചലനം വരുത്തും. ദൈവത്തിന് സ്തോത്രം. വായിച്ചത് എന്താണ്? കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. നമ്മുടെ പ്രൊഫഷൻ എന്തായിരിക്കണം? നമ്മുടെ വേല എന്തായിരിക്കണം? നമ്മുടെ ജോലി എന്തായിരിക്കണം? നമ്മുടെ ഉദ്യോഗം എന്തായിരിക്കണം? എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ ഉദ്യോഗം യേശുവിൻ്റെ വേല. ദാനിയേൽ പ്രവാചകൻ്റെ പ്രൊഫഷൻ ജീവനുള്ള ദൈവത്തിൻ്റെ വേലക്കാരനായി തീരുക എന്നുള്ളതായിരുന്നു. ആകയാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും, നക്ഷത്രം പോലെ തിളങ്ങും. പ്രിയപ്പെട്ടവരെ, കാർമേഘം മൂടിയാലും നക്ഷത്രത്തിൻ്റെ തിളക്കത്തിന് കുറവില്ല. ആ കാർമേഘം മാറിക്കഴിയുമ്പോൾ നക്ഷത്രത്തിൻ്റെ തിളക്കം പിന്നെയും മറ്റുള്ളവർക്ക് അനുഭവമായി തീരും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയെന്ന് വന്നേക്കാം, പക്ഷേ നക്ഷത്രം കെട്ടുപോവുകയില്ല. നക്ഷത്രം അതങ്ങനെ ശോഭിച്ച് നിൽക്കും. തലമുറകൾ മാറിപ്പോകും, കാലങ്ങൾ മാറിപ്പോകും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കാലങ്ങൾ മാറിപ്പോകും, സമൂഹങ്ങൾ മാറ്റം വരും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളിൽ മാറ്റം വരും. എല്ലാം മാറ്റമുള്ളതാണ്. എന്നാൽ കർത്താവായ യേശുവിന് വേണ്ടി ചെയ്യുന്നത്, മാറ്റമില്ലാത്ത ക്രിസ്തുവിൻ്റെ വേല ചെയ്യുന്നത്, അതുമാത്രം നിലനിൽക്കുന്ന സമ്പത്തായി നമുക്ക് അവശേഷിക്കും. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ക്രിസ്തുവിൻ്റെ വകയായി തീരുക, അവനായി ഹൃദയം തുറന്നു കൊടുക്കുക. നമുക്കിന്നത് മനസ്സിലാകുന്ന ഭാഷയായിരിക്കില്ല, പലർക്കും ഇത് പിടികിട്ടുകയില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അറിഞ്ഞൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, ഞാൻ മാന്യമായി ജീവിക്കുന്നുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നമസ്കരിക്കുന്നുണ്ട്, നമസ്കാരം ചൊല്ലുന്നുണ്ട്, ഞാൻ വേദപുസ്തകം ചിലപ്പോഴെല്ലാം വായിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യാനാണ്? എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ, എനിക്ക് ദൈവത്തിൻ്റെ വേലക്കാരനായി ഓടി നടക്കാൻ എനിക്ക് അതിനുള്ള സാഹചര്യമില്ല, അല്ല അതിനുള്ള സൗകര്യമില്ല, ഞാൻ പിന്നെ എന്ത് ചെയ്യും? എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് ചിലർക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ തനിയെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുക. എന്നിട്ട് പറയണം, കർത്താവേ, ഞാൻ നിൻ്റെ വേലക്കാരനായി കാലങ്ങൾ കഴിഞ്ഞാലും തലമുറകൾ കഴിഞ്ഞാലും നക്ഷത്രം പോലെ തിളങ്ങുന്നവനായി നിൽപ്പാൻ ഞാൻ കൊതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെ ശോഭിക്കും. ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് ഇരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം പറയും, ആകയാൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ. ദൈവത്തിന് സ്തോത്രം. എന്താണ് പറയുന്നത്? ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ. നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. നിങ്ങൾ യേശുവിന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കിയാൽ അത് നഷ്ടമല്ല. യേശുവിന് വേണ്ടി നിങ്ങൾ നിന്ന് സഹിച്ചാൽ നഷ്ടമല്ല. യേശുവിന് വേണ്ടി നിങ്ങൾ ത്യാഗം സഹിച്ചാൽ നഷ്ടമല്ല. തലമുറകൾക്ക് ഭാഗ്യമാണ്, മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഭാവി തലമുറയ്ക്കും ഭാഗ്യമാണ്. കുഞ്ഞേ, നീ എന്ത് തീരുമാനിച്ചു? മോളെ, നീ എന്ത് തീരുമാനിച്ചു? തലമുറകൾക്കുള്ള ഭാഗ്യം നീ നേടണമോ? അനന്തര തലമുറയ്ക്കുള്ളതായ സമ്പത്ത് നീ നേടണമോ? വരുംകാല തലമുറയ്ക്ക് വേണ്ടി സമ്പത്ത് നീ സംഗ്രഹിക്കണമോ? ഒന്നേ വേണ്ടൂ, യേശുവിൻ്റെ വേലക്കാരനാകുക, ക്രിസ്തുവിൻ്റെ സുവിശേഷ സാക്ഷ്യം വഹിക്കുക. നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്നുള്ള ഒടുവിലത്തെ കൽപ്പന അനുസരിച്ച് അവൻ്റെ സാക്ഷ്യം വഹിപ്പാനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ഒന്ന് മാത്രം, മറ്റൊന്നും വേണ്ട പ്രിയരെ, മറ്റൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഒന്ന് മാത്രം, ക്രൂസിൽ കാണിച്ചുന്ന സ്നേഹവും യേശുവിൻ്റെ വിശുദ്ധിയും എനിക്ക് വേണം. കർത്താവേ, നീ ക്രൂസിൽ കാണിച്ച സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധിയും എനിക്ക് തരണം. എൻ്റെ ചങ്കിലേക്ക് ഉടയവനെ, നീ ഇപ്പോൾ എഴുന്നള്ളി വരണം. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം. എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിലെ പാവങ്ങൾ നിൻ്റെ ചങ്ക് പൊട്ടിയൊഴിയ ചോരയാൽ കഴുകിത്തരണം. തിരുരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണം. നാഥാ, നിൻ്റെ തിരുരക്തത്തിൽ ഞാൻ ശരണപ്പെടുന്നു.
എനിക്ക് വേണ്ടി, എൻ്റെ പാപത്തിന് വേണ്ടി കുരിശിൽ മരിച്ച രക്ഷക, ഞാനിപ്പോൾ നിൻ്റെ കരുണയോട് യാചിക്കുന്നു. എന്നെ നീ ഒന്ന് കഴുകണമേ, എന്നെ നീ വെടിപ്പാക്കി എടുക്കണമേ, എൻ്റെ പാപക്കറകൾ കഴുകണമേ. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ക്രിസ്തു നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നുണ്ട്. ക്രിസ്തു നിങ്ങളോട് വാദിക്കുന്നുണ്ട്. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഉറ്റു നോക്കുന്നുണ്ട്. അവൻ്റെ തിരുരക്തം നിങ്ങളെ കഴുകാൻ മതിയായതായി അവനിതാ തൻ്റെ കര നിങ്ങളുടെ നേരെ നീട്ടുന്നുണ്ട്. ആ തൃക്കര നിങ്ങളുടെ ശിരസിൽ ഒന്ന് വെച്ചാൽ മതി. നിങ്ങളുടെ രോഗങ്ങൾ മാറിപ്പോകും, നിങ്ങളുടെ ബാധകൾ നീങ്ങിപ്പോകും, നിങ്ങളുടെ ശാപങ്ങൾ മാറിപ്പോകും, നിങ്ങളുടെ പാപങ്ങൾ കഴുകപ്പെട്ടു പോകും. എല്ലാ പഴയ കാലങ്ങളും എല്ലാം കഴുകി പുതിയ വെണ്മയായ അനുഭവത്തിലേക്ക് നിനക്ക് വരാൻ സാധിക്കും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും മകനേ നിന്റെ ജീവിതം. മകളേ, നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ, രക്തവസ്ത്രം പോലെ ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. കടും ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ വെണ്മയായി തീരും. ക്രിസ്തുവിനെ സ്വീകരിക്കുവീൻ, അവനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എതിരേൽപ്പീൻ. ദാദാ, നീ പുറത്ത് നിൽക്കേണ്ടവനല്ല, നീ എൻ്റെ അധിപതിയാകുന്നു, നീ എൻ്റെ കർത്താവാകുന്നു, നീ എൻ്റെ യജമാനാകുന്നു. നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം കേട്ട ഈ മക്കളെല്ലാം എൻ്റെ നാഥൻ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളുടെ മേലവിടുത്തെ കരം വയ്ക്കണമേ. എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും വാഴ്ത്തണമേ. എല്ലാവരുടെയും മേൽ നിന്ന് സകല ബാധകളും സകല ശാപങ്ങളും സകല പാപങ്ങളും മാറ്റണമേ. തിരക്തം തളിക്കണമേ. തിരക്തത്താളുടെ കഴുകൽ അനുഭവിപ്പാൻ ഭാഗ്യം നൽകണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.